ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഇന്ന് വീണ്ടും ദൈവവചനം പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പെട്ടെന്ന് തോന്നിയ ഒരു ആഗ്രഹം കൊണ്ടാണ്. ഈ ആഗ്രഹം എനിക്ക് എപ്പോഴും വരാറില്ല. ചില സമയത്ത് വചനം പറയണമെന്ന് തോന്നും, ആ സമയത്ത് അത് പറഞ്ഞില്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ഫീല് നാളെ ഉണ്ടാവുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനിന്ന് വചനം പറയുവാൻ വേണ്ടി നിങ്ങളുടെ എടുത്തിരിക്കുമ്പോൾ അതിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല്, ഞാന് അതിരാവിലെ എണീക്കുമ്പോൾ ദൈവത്തോട് സ്തുതി പറഞ്ഞുകൊണ്ട് എണീക്കുകയും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങുകയും ചെയ്യുന്ന ഒരു ശീലമുള്ള ആളാണ്. പതിവ് പോലെ ഇന്ന് രാവിലെ ഞാൻ ദൈവത്തോട് സ്തുതി പറഞ്ഞുകൊണ്ട് എണീക്കുകയും എന്റെ ദിനചര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വിശുദ്ധ വേദപുസ്തകം എടുത്ത് വായിക്കുവാൻ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു വചനം എന്നെ വളരെ സ്പർശിക്കുന്ന രീതിയിലായിരുന്നു. അതിൽ പറയുന്നൊരു വചനം ഇങ്ങനെയാണ്: നിങ്ങൾ എക്സാക്ട്ലി ആ ഒരു വചനമല്ല, അതിന്റെ മീനിങ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ദുരാഗ്രഹികളും ദുർനടപ്പുകാരുമായിട്ടുള്ള ആളുകളോട് സംസർഗം അരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അങ്ങനെ നിങ്ങൾ സംസർഗം ചെയ്യാതിരിക്കാൻ നോക്കിയാൽ ഈ ലോകത്തിലെ ആരുമായിട്ടും നിങ്ങൾക്ക് സംസർഗം പറ്റുകയില്ല. പക്ഷേ നിങ്ങളുടെ ഒരു സഹോദരനോ സഹോദരിയോ ദുർനടപ്പുകാരനോ ദുരാഗ്രഹിയോ അസന്മാർഗിക രീതിയിലൂടെ നടക്കുന്ന ഒരാളോ ആണെങ്കിൽ അവനോട് നിങ്ങൾ അകലം പാലിക്കണമെന്നാണ് വചനം പറയുന്നത്. വചനം പിന്നെയും പറയുന്നു, മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആളല്ലല്ലോ, മറ്റുള്ളവരെ നമ്മൾക്ക് മാറ്റി നിർത്തണമെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. അതിന്റെ പ്രതിഫലം ദൈവം നൽകട്ടെ. പക്ഷേ നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ, ദൈവദോഷം പറയുകയാണെങ്കിൽ അവരോട് നമ്മൾ അകലം പാലിക്കണം എന്നുള്ളൊരു വചനമാണത് പറഞ്ഞത്. അത് ഞാൻ രണ്ട് രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. ഒന്ന്, നമ്മുടെ സഭാവഴക്ക് നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തിനാണ് നമ്മൾ ഈ വഴക്കുകളിൽ പെടുന്നത്, നമുക്ക് സമാധാനപരമായിട്ട് പോയിക്കൂടെ എന്ന്. അപ്പൊ ഈ ഒരു വചനം പ്രാസക്തികമാണ്. അത് നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളാണ്, അവരാണ് നമ്മൾ തെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവരിൽ നിന്നും അകലം പാലിക്കേണ്ടതാണ് വചനപ്രകാരം. രണ്ട്, നമ്മുടെ കുടുംബജീവിതം എടുത്താലും നമ്മളുടെ വിശ്വാസങ്ങൾക്ക് കോട്ടം തെറ്റുന്ന രീതിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചാൽ നമ്മൾ അകലം പാലിക്കുന്നത് വചനം പറയുന്നത് തെറ്റല്ല എന്നുള്ളതാണ്. തിരിച്ച് അവർ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നാൽ നമ്മൾ അവരെ സ്വീകരിക്കണമെന്നും പറയുന്നു. അതേ വചനം തന്നെ ഇങ്ങനെയും പറയുന്നുണ്ട്: ഒരു സഹോദരൻ എത്ര വട്ടം ക്ഷമിച്ചാലാണ് അവനോട് നമ്മൾ ക്ഷമിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വചനം പറയുന്നത് 7 അല്ല 70 വട്ടം അവൻ തെറ്റ് ചെയ്താലും അവനോട് ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ വചനത്തിന്റെ പല രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളുടെ കുടുംബത്തില് അങ്ങനെ ഒരു ചിന്ത വന്നാൽ നമ്മൾ സമൂഹവും കുടുംബവും രണ്ടായിട്ട് തന്നെ കാണണം എന്നുള്ളതാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. പലപ്പോഴും നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് പൈശാചികമായിട്ടുള്ള ഇടപെടലുകൾ കൂടുതലുണ്ടാകും. നമ്മൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്, ബലമുള്ള വൃക്ഷത്തിലാണ് കൂടുതൽ കല്ലേറ് കൊള്ളേണ്ടി വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ബലം ലഭിക്കുന്ന സ്ഥലത്താണല്ലോ നമ്മൾക്ക് കല്ലെറിയാൻ പറ്റുകയുള്ളൂ. ഒരു കാലിയായുള്ള വൃക്ഷത്തിൽ നമ്മൾ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പലപ്പോഴും വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു കല്ലേറോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ. കാരണം നിങ്ങളിൽ ബലമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയാണ്. എനിക്ക് പല കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും വന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ദുഃഖം വരുന്നത് എന്ന്. പക്ഷേ ഞാനിങ്ങനെ
ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയുടെ രീതിയിൽ വരുത്തേണ്ടത് ഒരു മാറ്റത്തെ പറ്റിയാണ്. ഞാൻ ദൈവത്തോട് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒന്നും മാറ്റാനുള്ള കഴിവൊന്നും എനിക്കില്ല, പക്ഷേ എന്നിൽ മാത്രമാണ് എനിക്ക് കൺട്രോൾ ഉള്ളത്. എന്നെ കൺട്രോൾ ചെയ്യുവാനായിട്ടുള്ള കഴിവ് എനിക്ക് ദൈവമേ തരണമേ എന്നും, മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനായിട്ടുള്ള ഒരു കഴിവ് എനിക്ക് തരണമേ എന്നും, മറ്റുള്ളവരുടെ പ്രവർത്തികളോ രീതികളോ ചിന്തകളോ എന്തുമായിക്കോട്ടെ അത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സെനിക്ക് തരണമേ എന്നും, ഏത് പ്രതിസന്ധിയിലും എനിക്ക് സന്തോഷകരമായിട്ടിരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് തരണമേ എന്നും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റമാണ് എനിക്ക് ലഭിച്ചത്. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് പിന്നീട് കാണുന്നത് എപ്പോഴും എനിക്ക് സന്തോഷമാണ്. എനിക്കെപ്പോഴും സന്തോഷമാണ്. എന്റെ മനസ്സിൽ സന്തോഷക്കുറവൊക്കെ തോന്നുന്നേ ഇല്ല. വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താണ് അങ്ങനെ കാരണം? ഞാൻ നോക്കിയപ്പോൾ എന്റെ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല, എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊന്നും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, പക്ഷേ എനിക്ക് സന്തോഷമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും, മറ്റുള്ളവരോട് ബഹുമാനിക്കാനും, അവരെ പരിഗണിക്കാനും, അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവരിലുള്ള നന്മകളെ കാണാൻ ശ്രമിക്കാനും, ഒരു തരി നന്മയുള്ളെങ്കിലും അത് മാത്രം കണ്ടുകൊണ്ട് അതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവരോട് പെരുമാറാൻ പഠിക്കുവാനും ഉള്ള ഒരു മനസ്സിനെ പറ്റി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം അങ്ങനെ ഒരു ചിന്ത എനിക്ക് തരുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമേ തോന്നുന്നുള്ളൂ. നിങ്ങളോട് ഞാൻ പറയുന്നതും അത് തന്നെയാണ്. ദൈവം നമ്മൾക്ക് എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരുമ്പോൾ ആ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് ദൈവത്തോട് നമ്മൾക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. അതിനുള്ള ഒരു കരുത്ത് ദൈവം നമുക്ക് തന്നു കഴിഞ്ഞാൽ, അതിനുള്ള ഒരു മനോധൈര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഒരു പ്രശ്നങ്ങളും നമുക്കൊരു പ്രശ്നമേ അല്ലാതായിട്ട് മാറും. അത് ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു വരമാണ്. ഞാനത് മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും മുടങ്ങാതെ ദൈവത്തിനോട് നന്ദി പറയുകയും, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എനിക്ക് ഇന്ന പ്രശ്നം വന്നപ്പോൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു മനസ്സ് നീ എനിക്ക് തന്നല്ലോ, എനിക്കിന്ന് മനോഹരമായിട്ട് അതിനെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു കഴിവ് നീ തന്നല്ലോ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ്. നിങ്ങൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം എൽദോ.